ഇന്നലെ ഞാൻ ഒരു മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. റെട്രോ അല്ല, റെട്രോനെ കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഹിറ്റിന്റെ തേർഡ് പാർട്ടാണ് കാണാൻ പോയത്. ഹിറ്റ് യൂണിവേഴ്സിലെ 2 പാട്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ പാട്ടപ്പോൾ ഇത് എന്തായിരിക്കും, ഞാൻ അതുമാതിരി ഞാനിലൂടെ ഒരു സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഭയങ്കരമായൊരു തിയേറ്ററിൽ പോയി കാണണമെന്ന് ഒരു ആഗ്രഹം തോന്നിയ ഒരു സിനിമയായിരുന്നു ഇത്. ഇതിന്റെ ട്രെയിലറും പരിപാടിയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു നല്ല റെസ്പോൺസ് ആയിരുന്നു ഇതിന്റെ പ്രിവ്യൂ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സംഭവം ഉണ്ടാവുമെന്ന് നോക്കി പോയതാണ് ഈ ഒരു പടം. പടം കണ്ടപ്പോൾ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം കറക്റ്റ് ഒരു തിയേറ്ററിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കാരണം ഞാനെടുത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണേ, ഞാനെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഹിറ്റ് ദ തേർഡ് കേസ്. ഹിറ്റ് യൂണിവേഴ്സിലെ 3 പടങ്ങളും ഇങ്ങനെ ഓരോരോ കേസായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഓരോരോ കേസായിട്ട് ഇങ്ങനെ പോകുന്നു. തേർഡ് പാർട്ട് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും കണ്ടില്ലെങ്കിലും തേർഡ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഓരോ മൂവിയിലും ഓരോ കേസസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ ഓരോ ക്രെഡിറ്റ് സീനിലാണ് ഓരോ സംഭവങ്ങൾ കാണിക്കുന്നത്. അതല്ലാതെ പിന്നെ ചില ക്യാരക്ടേഴ്സ് ഈ മൂവിയിൽ വരുന്നുണ്ട് സെക്കൻഡ് പാർട്ടിലും ഫസ്റ്റ് പാർട്ടിലൊക്കെ ആയിട്ട്. അതല്ലാതെ ആ ഒരു യൂണിവേഴ്സിലെ വേറൊരു കണക്ഷനും ഈ ഒരു പടത്തിനില്ല. അപ്പോൾ നിങ്ങൾ ഈ 2 സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും ഹിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത് ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കണല്ലോ. കാരണം ഞാനിവിടെ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബ്രൂട്ടലായിട്ട്, ഇത്രയും വയലന്റ് ആയിട്ട്, ഇത്രയും അതായത് വല്ലാത്തൊരു രീതിക്കുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഗംഭീര രീതിക്കുള്ള അഭിനയം. പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ ഞാനിയുടെ പടത്തിൽ പോലും അങ്ങനെ ഒരു വയലന്റ് പടമാണെങ്കിൽ പോലും അതിനേക്കാളും ഒരു വേറെ രീതിയിലാണ് ഇതിലെ ക്യാരക്ടർ പുള്ളി അത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്രയും കിടില ഒരു ക്യാരക്ടർ അവർ ഉണ്ടാക്കിയിട്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റോറി അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സെറ്റ് ആക്കുമായിരുന്നു. കാരണം ഇതൊരു നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു ഈ പടത്തിൽ. കാരണം ഒരു ടൈപ്പ് എന്താ പറയുക, ഒരു സൈക്കോ കില്ലേഴ്സിനെ കുറിച്ചുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള പടം. പക്ഷെ കുറച്ചും കൂടി ഒരു ഡെപ്ത് കൊടുക്കായിരുന്നു സ്റ്റോറിക്ക്. അതായത് നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഒരു മൊത്തത്തിലൊരു സ്റ്റോറി വന്നപ്പോൾ കുറച്ച് വീക്കായ പോലെ തോന്നി. പക്ഷെ കിഡിലൻ ക്യാരക്ടറാണ് ഈ ഒരു ഞാനിക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ വാച്ചായിട്ട് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ലാഗ് ഒന്നും തോന്നുന്നില്ല. കാരണം കിഡിലനായിട്ട് അതിൻ്റെ എഡിറ്റ് പാറ്റേൺ പോലും നല്ല ഭംഗിക്ക് ഒട്ടും ലാഗ് വരാണ്ട്. അതായത് ഒരു ഒരു പ്രേക്ഷകന് ഒരു മൂവി കാണുമ്പോൾ മറ്റൊരു ഇതിൽക്കോ ശ്രദ്ധ പോകാത്ത രീതിയിൽ അത്രയും അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ഈ പടത്തിന് പറ്റുന്നുണ്ട്. അതായത് ഫ്രം ദ സ്റ്റാർട്ട് തൊട്ട്, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ പാക്ക് വരുന്ന സെക്കൻഡ് പാർട്ടിലാണ്. മീൻസ് ഇതിൻ്റെ ഒരു ഇൻ്റർവൽ പോർഷന് ശേഷമാണ് ഇതിൽ അങ്ങനത്തെ രീതിക്കുള്ളൊരു സംഭവങ്ങൾ വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കറക്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അങ്ങനെ കാണിക്കുന്ന രീതിക്കാണ് ഫസ്റ്റ് ആ ഒരു ഇൻ്റർവെല്ലിൽ ആ ഒരു പോർഷൻ വരെ പോകുന്നത്. സെക്കൻഡ് പാർട്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷൻസിന് ആ ഒരു 15 to 20 minutes ഒരു കിടിലൻ ആക്ഷൻ സംഭവമാണ്. പക്ഷേ ആക്ഷൻ എന്ന് പറയുമ്പോൾ പോലും ഹെവി വയലൻസ് ആണ്. ഇതൊരു സർട്ടിഫൈഡ് പടമാണ്, കാരണം അത്രയധികം വയലൻസ് ആണ്. അപ്പോൾ ഇത് കാണാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനത്തെ പടങ്ങൾ മാർക്കോ പോലത്തെ ടൈപ്പാണ്. കാരണം വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഹെവിയാണ്. അതായത് അവർ പക്ഷേ ആ ഡയറക്ടറെ സ്കില്ല് ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കും. കാരണം സെൻസർ എവിടെ കത്തി വെക്കാന്ന് ഒരു കൃത്യം അറിയാം. അതായത് ഒരു സംഭവം അത് ഗ്ലോറിഫൈ ആയിട്ട് കാണിച്ചാൽ മതിയാണ് ഒരു വയലൻസ് സീനിൽ. ഒരു വിഷ്വല് അത്രയും വന്നാൽ മാത്രമേ സെൻസർ അവിടെ കട്ട് വെക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷ്വൽ അത്രയും എന്താ പറയുക എക്സ്പ്രസീവ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് അവിടെ കത്തി വെക്കൂല. അവിടെ കുഴപ്പമില്ല ഈ പടത്തിന് അങ്ങനത്തെ. കാരണം ഹെവി ആയിട്ട് അത് സ്ക്രീനിൽ നമുക്ക് ഒരു വിഷ്വൽ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. പക്ഷെ അവിടെ എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ആ ഒരു പടം കാണുമ്പോൾ ആ ഫ്ലോയിൽ കാണാനായിട്ട് പറ്റും. അതിൽ ആ ഡയറക്ടറിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിനെ ഞാൻ സമ്മതിച്ചു. കാരണം സെൻസർ ബോർഡ് അവിടെ കത്തി വെക്കുന്നത് നന്നായി അറിഞ്ഞിട്ട് തന്നെ പുള്ളി അങ്ങനത്തെ എക്സ്ട്രാ വയലൻസ് വരുന്ന ചില സംഭവങ്ങളുണ്ട്. കാരണം ശരിക്കും അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കട്ടായി പോകും. പക്ഷെ ആ ഭാഗങ്ങൾ നല്ല എന്താ പറയുക സെൻസർ ബോർഡിനെ ചീറ്റ് ചെയ്യുന്ന രീതിക്ക് നല്ല ഭംഗിയായിട്ട് അത് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡയറക്ടറെ സംബന്ധിച്ചിട്ട് അതായത് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഒരു ബോഡി എന്നുള്ള രീതിക്ക് അങ്ങനെ നോക്കി കണ്ടതാണ്. അല്ലാതെ ഒരു ഡയറക്ടറെ വിഷനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട പരിപാടിയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വയലന്റ് പടമാണിത്. മാർക്കോ പോലൊക്കെ തന്നെയാണ് ഏകദേശം. അതായത് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി വയലൻസ് ആണ്. ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഫുള്ള് ചോരക്കളിയാണ്. പിന്നെ ഇതൊരു ആക്ഷൻ ഓറിയന്റഡ് പടമാണ്. അങ്ങനത്തെ പടങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോവാം. ഹിറ്റ് ഈ തേർഡ് കേസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അർജുൻ സർക്കാരിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മൊത്തത്തിലൊരു സിനിമ എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ റെട്രോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പടം കാണാനായിട്ട് പോയത്.
റെട്രോ എനിക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഞാൻ കാർത്തിക് സുബ്രാജിൻ്റെ ഗംഭീര ഒരു ഫാനാണ്. പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്തു. കാരണം അവിടെ അത്രയും കിടിലനായിട്ട് സൂര്യ പെർഫോം ചെയ്തിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്ടർ സൈഡിൽ നിന്ന് ഡയറക്ടർ ഭയങ്കര താഴ്ത്തിയാണ് ആ പടം കൊണ്ടുപോയത്. അപ്പോൾ അത് കാരണം ഒരു സിനിമ കാണാൻ പോയ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റെട്രോ എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കൗട്ട് ആയില്ല. ഭയങ്കര വിഷമമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൂര്യനെ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ പുള്ളി നൈസായി ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കിട്ടില്ല. പക്ഷെ ഹിറ്റ് കാണാൻ പോയപ്പോൾ നാനി എന്ന് പറഞ്ഞ ഒരു ആക്ടർ ആണെങ്കിലും പുള്ളിയുടെ ഒരു കിടിലൻ പെർഫോമൻസും ഡയറക്ടർ ആണെങ്കിലും അയാളുടെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നിന്ന് ഒബ്സർവ് ചെയ്താൽ പലതും കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നിങ്ങളൊരു സിനിമനെ അത്രയും എൻത്യൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ല രീതിക്ക് കണ്ടു നോക്കി, പ്രത്യേകിച്ച് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ് ഹിറ്റ് ദ തേർഡ് കേസ്. പക്ഷെ ഞാൻ പറയുന്നു ഹെവി വയലൻസ് ആണ്. അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പോയി കാണാം. അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ്. എനിക്കൊരു ഭയങ്കര ഒരു പോരായ്മയായി തോന്നിയത് ഇതിലെ മെയിൻ വില്ലൻ ഒട്ടും, അതായത് ഇത്രയും വലിയൊരു ഗ്യാങ്ങിൻ്റെ ഒരു ലീഡർ എന്നുള്ള രീതിക്കുള്ള യാതൊരു ക്വാളിറ്റീസും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ്. കാരണം മെയിൻ സ്റ്റാറിന് ഇത്രയും കിട്ടില്ലെന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ക്വാളിറ്റി തോന്നണ്ടേ, അതുപോലും ഇല്ലാത്ത രീതിക്കുള്ള വളരെ വീക്കസ്റ്റ് വില്ലനാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ അത് ഭയങ്കര മോശമായി പോയി. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്ടർ വിഷൻ ചിലപ്പോൾ വേറെ ആയിരിക്കാം. അത് ഫുള്ളൊരു സ്റ്റാർ ഓറിയൻറ്റഡ് പടം തന്നെ ആയിരിക്കും. അതായത് ആ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ സർക്കാർ ആയിരിക്കാം, വേറെ ഒന്നും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കിത് സിനിമ കാണുമ്പോൾ ഒന്നും തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സിനിമയുടെ ഡയറക്ടർ അല്ലെങ്കിൽ മൊത്തത്തിൽ ആ സിനിമയുടെ ഒരു സക്സസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ആ ഒരു സിനിമ കണ്ട് തുടങ്ങി അവസാനിക്കുന്ന വരെയും വേറെ ഒന്നിൽക്കും ചിന്ത പോലെ, എൻ്റെ ചിന്ത എപ്പോഴേയും പോലെ ഫുള്ള് നമ്മൾ ആ സിനിമയിലേക്ക് പിടിച്ചെടുത്താനായിട്ട് ഡയറക്ടർക്ക് പറ്റുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണോ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളല്ലോ. പക്ഷെ സിനിമ കാണുമ്പോൾ ഒട്ടും അത് തോന്നിക്കുന്നില്ല. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഹിറ്റ് സീരീസിലെ നല്ലൊരു പടമായിരുന്നു. ഒരു ഗംഭീര തിയേറ്ററിക്കൽ വാച്ച് ആയിരുന്നു. പിന്നെ ഞാൻ കണ്ടത് മലയാളം വേർഷനാണ്. ഇതിൻ്റെ മലയാളം വേർഷനിൽ ചില പോർഷൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഡബ്ബ് നിങ്ങൾ തമിഴ് അങ്ങനെ കാണുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഡയലോഗ്സ് എല്ലാം നൈസാണ്. പക്ഷെ ഡബ് ചെയ്ത ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് ഇപ്പോൾ ചില ആൾക്കാരായിട്ട് സിങ്ക് വരാത്ത പോലെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. പക്ഷെ അതല്ലാതെ ഡയലോഗ്സ് ഒന്നും ക്രിഞ്ചായിട്ട് മറ്റേ കൈരളിൽ ഡബ് ചെയ്യണ പോലത്തെ അങ്ങനെ സംഭവം ഒന്നല്ല, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മ്യൂസിക് അന്യായ മ്യൂസിക്കാണ് ചെയ്തിട്ടുള്ളത്. അയ്യോ അയാളുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ വിഷ്വൽസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു മലയാളിയാണ്, ഒരു കോട്ടയംകാരനാണ്. ആളുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിയാണ് മറ്റേ മാലിക്കൊക്കെ ഇതിൻ്റെ ക്യാമറ വർക്കൊക്കെ ചെയ്ത് മാലിക്കിൻ്റെ ഒക്കെ DOP ആയിരുന്നു. അങ്ങനത്തെ ഒരു ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആൾ നൈസായിട്ട് കറക്റ്റ് ആ സംഭവങ്ങളൊക്കെ ക്ലൈമാക്സ് വേർഷൻസൊക്കെ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു മൊത്തത്തിലൊരു തിയേറ്ററിക്കൽ സ്റ്റഫാണ് സംഭവം. ഒരു 2.5 മണിക്കൂർ സിനിമ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ കണ്ടന്റ് ഇല്ലാത്ത പോലെ തോന്നും. അതായത് ഹെവി വയലൻസ് മാത്രം ഒരു പാക്ക് ചെയ്തൊരു പടം എടുത്ത പോലെ തോന്നും. ഇങ്ങനത്തെ ഒരു പടമാണ് ഹിറ്റ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ടൈലൻറ്റ് വെച്ചിട്ടുണ്ട്. ഹിറ്റ് 4th ഒരു ടൈലൻറ്റ് ഉണ്ട്, പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ ആ ക്യാമിയോയിൽ വന്ന ആ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്ക് എത്ര ക്യാമിയോസ് ഇതുവരെ ആളുടെ ലൈഫിൽ ഒരു മീൻസ് ആളുടെ ഫിലിമോഗ്രഫിയിൽ കിട്ടിയിട്ടുണ്ടോ അതിൽ ഏറ്റവും നല്ലൊരു ക്യാമിയോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മറ്റ് മുമ്പത്തെ ഒരു കഴിഞ്ഞ വർഷം ഒരു പടത്തിൽ ആൾക്കൊരു ക്യാമിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വേസ്റ്റ് ക്യാമിയോ ആണ് ആ ഒരു മൂവിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നീറ്റായിട്ടുള്ള ക്യാമിയോ, പ്രത്യേകിച്ച് ആളുടെ ക്യാമിയോ സീനൊക്കെ വന്നപ്പോൾ നല്ല തിയേറ്ററൊക്കെ ഇങ്ങനെ എറപ്റ്റ് ചെയ്യണ രീതിക്ക് പ്രത്യേകിച്ച് ഞാൻ കാണാൻ പോയ ഓഡിയൻസ് കിഡിലൻ ഓഡിയൻസാണ്. പ്രത്യേകിച്ച് ഞാനിയുടെ സിനിമ, ഞാൻ ഇതുവരെ ഞാനൊരു സിനിമ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇത് ഫസ്റ്റ് ഡേ റെട്രോ ഉണ്ട്, പിന്നെ മാർവലിൻ്റെ ഒരു പടം ഉണ്ട്, തുടർ, ഇത്രയും പടങ്ങൾ കളിക്കുന്നുണ്ട്. ആ സമയത്ത് അത്യാവശ്യം നല്ല ഹൗസ്ഫുൾ പോലെ ഫുൾ അല്ലെങ്കിൽ പോലും ഏകദേശം ഒരു 80 to 90% ഫുള്ളായിരുന്നു തിയേറ്റർ. അത്രയും നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സീൻസിനും നല്ല രീതിക്കുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. ചത്തിറങ്ങുന്ന ഓഡിയൻസ് ആയിരുന്നില്ല. അപ്പോൾ എല്ലാ സീൻസും പല സീനുകൾ വരുമ്പോൾ റെസ്പോൺസ് ഭയങ്കര ഗംഭീരമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു മൂവി കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒറ്റയ്ക്ക് മൂവി കാണാൻ പോകുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഓഡിയൻസ് നമുക്കൊരു വൈബ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമ്മളുടെ ആ ഒരു സിനിമ കാണാൻ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഹിറ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു മൂവി എന്നുള്ള രീതിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് എൻ്റർടൈൻ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. ഞാൻ എൻ്റെ കാറ്റഗറി കറക്റ്റ് പറഞ്ഞു. ഇത് ഒരു വയലൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ടൈപ്പ് പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് ഇഷ്ടാവുള്ളൂ. ചോര കണ്ട തലറങ്ങുന്ന ടീംസ് ഒന്നും പോയിട്ട് തന്നെ നല്ല വയലൻസാണ്. മാർക്കൊക്കെ പോലത്തെ അങ്ങനത്തെ ടൈപ്പ് വയലൻ്റ് പടമാണ് ഇതും ചെയ്തിരിക്കുന്നത്. പച്ചക്ക് എടുത്ത് കാണിക്കും പല സംഭവങ്ങളും, പല ഓർഗൻസും, പല സംഭവങ്ങളും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക.
പക്ഷേ ഇത് തിയേറ്ററിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പടമാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് അതിൻ്റെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കിട്ടില്ല. അപ്പോൾ ഇതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ആക്ച്വലി നൈസ് ഒരു തിയേറ്ററിക്കൽ വാച്ച് ആയിരുന്നു എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടുത്തൊരു സിനിമയെ കുറിച്ച് അടുത്തൊരു വിശേഷമായിട്ട് വരാം. അപ്പോൾ ബൈ.